ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച 50 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ പീരീഡാണ്. ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ പീരീഡ് 6. ആവർത്തന പട്ടികയിലെ അവസാന മൂലകം ഓഗ്നസൺ. ആദ്യമായി ആവർത്തന പട്ടിക എന്ന ആശയം മുന്നോട്ട് വച്ചത് മെൻഡലിയേവ്. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നു പേരുള്ള മൂലകം ഫോസ്ഫറസ്. അപ്പോൾ ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ പീരീഡ് 6. ആവർത്തന പട്ടികയിലെ അവസാന മൂലകം ഓഗ്നസൺ. ആദ്യമായി ആവർത്തന പട്ടിക എന്ന ആശയം മുന്നോട്ട് വച്ചത് മെൻഡലിയേവ്. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നു പേരുള്ള മൂലകം ഫോസ്ഫറസ്. ഹാലജനുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് 17ാം ഗ്രൂപ്പിലാണ് ഹാലജനുകൾ ഉൾപ്പെടുന്നത്. കാലിയം എന്നറിയപ്പെടുന്ന മൂലകം പൊട്ടാസ്യം. കാലിയം എന്നറിയപ്പെടുന്ന മൂലകം പൊട്ടാസ്യം. ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹം മെർക്കുറി. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹം മെർക്കുറി. ഏറ്റവും ഭാരം കൂടിയ വാതകമാണ് റെഡോൺ. ഏറ്റവും ഭാരം കൂടിയ വാതകം റെഡോൺ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. അപ്പോൾ ഹാലജനുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് 17. കാലിയം എന്നറിയപ്പെടുന്ന മൂലകം പൊട്ടാസ്യം. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ. ലോഹം മെർക്കുറി. ഏറ്റവും ഭാരം കൂടിയ വാതകം റെഡോൺ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. പ്രാതിനിധ്യ മൂലകങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെ? പ്രാതിനിധ്യ മൂലകങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പുകൾ 1 to 2, അതുപോലെ 13 മുതൽ 18 വരെ. പ്രാതിനിധ്യ മൂലകങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പുകൾ 1 to 2, 13 മുതൽ 18 വരെ. 1 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ വിളിക്കുന്ന പേര്. 1 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ വിളിക്കുന്ന പേര് സംക്രമണ മൂലകങ്ങൾ. 1 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ വിളിക്കുന്ന പേര് സംക്രമണ മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഏതുതരം മൂലകങ്ങൾ ഉള്ളതിനാലാണ്? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഏതുതരം മൂലകങ്ങൾ ഉള്ളതിനാലാണ്? സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ 1 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് സംക്രമണ മൂലകങ്ങൾ ഉള്ളതിനാലാണ്. മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങളെന്നും രണ്ടായി വർഗീകരിച്ചത് ലാവോസിയ. മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങളെന്നും രണ്ടായി തിരിച്ച് വർഗീകരിച്ചത് ലാവോസിയ. മെൻഡലിയേവ് മൂലകങ്ങളെ വർഗീകരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മെൻഡലിയേവ് മൂലകങ്ങളെ വർഗീകരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക മാസ്. അറ്റോമിക മാസ് അടിസ്ഥാനത്തിലാണ് മെൻഡലിയേവ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് അറ്റോമിക നമ്പർ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും രണ്ടായി വർഗീകരിച്ചത് ലാവോസിയ. മെൻഡലിയേവ് മൂലകങ്ങളെ വർഗീകരിച്ചത് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് അറ്റോമിക നമ്പർ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവിക മൂലകങ്ങളിൽ അവസാനത്തെ മൂലകം ഏത്? സ്വാഭാവിക മൂലകങ്ങളിൽ അവസാനത്തെ മൂലകം യുറേനിയം. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ മൂലകമാണ് ഫ്രാൻസിയം. ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ മൂലകം ഫ്രാൻസിയം. മൃദുവായ ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം. മൃദുവായ ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം. ചൂടുള്ള ദിവസം ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം, സീസിയം. ചൂടുള്ള ദിവസം ഉരുകുന്ന ലോഹങ്ങൾ ഗാലിയം, സീസിയം. അപ്പോൾ സ്വാഭാവിക മൂലകങ്ങളിൽ അവസാനത്തെ മൂലകം യുറേനിയം. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ മൂലകം ഫ്രാൻസിയം. മൃദുവായ ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം. ചൂടുള്ള ദിവസം ഉരുകുന്ന ലോഹങ്ങൾ ഗാലിയം, സീസിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ലിഥിയം. സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. ഭൂമി എന്ന അർത്ഥമുള്ള പേരുള്ള മൂലകം. ഭൂമി എന്ന അർത്ഥമുള്ള പേരുള്ള മൂലകം ടെലൂറിയം. ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങളുടെ ഗ്രൂപ്പ് 1-ാം ഗ്രൂപ്പ്. അപ്പോൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം.
മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിഥിയം, സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം, ഭൂമി എന്നർത്ഥമുള്ള പേരുള്ള മൂലകം ടെല്ലൂറിയം, ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങളുടെ ഗ്രൂപ്പ് 1-ാം ഗ്രൂപ്പ്. 2-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമായി കാണുന്ന അലസവാതകമാണ് ആർഗൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന വാതകം ആർഗൺ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകമാണ് ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം ഫ്ലൂറിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമായി കാണുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമായി കാണുന്ന മൂലകം ഓക്സിജൻ. അപ്പോൾ 2-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് 2-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമായി കാണുന്ന അലസവാതകം ആർഗൺ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം ഫ്ലൂറിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമായി കാണുന്ന മൂലകം ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമായി കാണുന്ന ലോഹമാണ് ലോഹം അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമായി കാണുന്ന ലോഹം അലുമിനിയം. ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ആധുനിക ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം 7. ആധുനിക ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം 7. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹീലിയം. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമായി കാണുന്ന ലോഹം അലുമിനിയം. ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ആധുനിക ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം 7. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹീലിയം. 2-ാമത്തെ ആർട്ടിഫിഷ്യൽ മൂലകത്തിൻ്റെ പേര് പരോമിതിയം. 2-ാമത്തെ ആർട്ടിഫിഷ്യൽ മൂലകത്തിൻ്റെ പേര് പരോമിതിയം. ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏക മൂലകം നിഹോണിയം. ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏക മൂലകം നിഹോണിയം. അതിൻ്റെ അറ്റോമിക നമ്പറാണ് 113. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം IUPAC. ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്പോൾ 2-ാമത്തെ ആർട്ടിഫിഷ്യൽ മൂലകത്തിൻ്റെ പേര് പരോമിതിയം. ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏക മൂലകം നിഹോണിയം. അറ്റോമിക നമ്പർ 13. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം IUPAC, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPACയുടെ ആസ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. IUPACയുടെ ആസ്ഥാനം സൂറിച്ച്. IUPAC രൂപം കൊണ്ട അതിൻ്റെ എത്ര വർഷമാണ് 2019 ആഘോഷിച്ചത്? 2019 IUPACയുടെ 100-ാം വാർഷികമാണ് ആഘോഷിച്ചത്. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പീരീഡ് 7. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പീരീഡ് 7. പ്രകൃതിദത്ത മൂലകങ്ങൾ എത്ര എണ്ണമാണ്? പ്രകൃതിദത്ത മൂലകങ്ങൾ 92. ഏറ്റവും കടുപ്പമുള്ള ലോഹം ക്രോമിയം. ഏറ്റവും കടുപ്പമുള്ള ലോഹം ക്രോമിയം. അപ്പോൾ IUPACയുടെ ആസ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. IUPAC രൂപം കൊണ്ട് അതിൻ്റെ 100-ാം വാർഷികം 2019 ആഘോഷിച്ചു. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പീരീഡ് 7. പ്രകൃതിദത്ത മൂലകങ്ങൾ 92. ഏറ്റവും കടുപ്പമുള്ള ലോഹം ക്രോമിയം. കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിൻ. കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിൻ. ക്രിയാശീലത ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. ഏറ്റവും ഉയർന്ന തിളനിലയുള്ള മൂലകം റിനിയം. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകം ടിൻ. ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള മൂലകം ഹീലിയം. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം വെളുത്ത ഫോസ്ഫറസ്. അപ്പോൾ കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിൻ. ക്രിയാശീലത ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. ഏറ്റവും ഉയർന്ന തിളനിലയുള്ള മൂലകം റിനിയം. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകം ടിൻ. ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള മൂലകം ഹീലിയം. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം വെളുത്ത
ഫോസ്ഫറസ്.